Once again, welcome back. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹെൽമെറ്റ് എങ്ങനെ ചൂസ് ചെയ്യാമെന്നാണ്. നമുക്ക് ബൈക്കിന് എങ്ങനെയാണ് ഹെൽമെറ്റ് നിർബന്ധം, അതുപോലെ തന്നെയാണ് സൈക്കിളിന് നമുക്ക് ഹെൽമെറ്റ് അത്യാവശ്യമാണ്. കാരണം സൈക്കിൾ വളരെ ചെറിയൊരു ടയറിലുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് ചിലപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് തലക്ക് പരിക്കേൽക്കാൻ പാടില്ല. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഹെൽമെറ്റാണ് ഉള്ളതെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സൈക്കിൾ പോലെ തന്നെ ഹെൽമെറ്റ് 3 ടൈപ്പ് ഉണ്ട്: മൗണ്ടെയിൻ, റോഡ്, അതുപോലെ ഹൈബ്രിഡ് എന്ന രീതിയിൽ 3 ടൈപ്പ് ഹെൽമെറ്റ് ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ റോക്ക് റൈഡറിൻ്റെ മൗണ്ടെയിൻ ഹെൽമെറ്റാണ്. ഈ മൗണ്ടെയിൻ ഹെൽമെറ്റ് എന്തിനും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലൊരു ഉള്ളിലായിട്ട് കുറച്ച് നെറ്റ്സ് വരും. നെറ്റ്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഹിൽസ് ടെറൈൻസിലൂടെ അല്ലെങ്കിൽ കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ ചെറിയ ഇൻസെക്ട്സ് എന്തെങ്കിലും നമ്മുടെ തലയിൽ വന്ന് വീഴാതിരിക്കാൻ വേണ്ടി നെറ്റ് വന്ന് കവറിങ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഹെയർ റോൾസ് റോഡ് ബൈക്കിന് ഹൈബ്രിഡ് ബൈക്കിനാട്ടിലും കൂടുതൽ ഹെയർ റോൾസ് ഉണ്ടാവും ഇതിന്. പിന്നെ ഒരു ഇൻറ്റേർണൽ പാഡിങ് ഉണ്ട്. ഇൻറ്റേർണൽ പാഡിങ് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ വെക്കുമ്പോൾ നല്ലൊരു കംഫർട്ട്നെസ്സിന് വേണ്ടിയാണ്. പിന്നെ അതുപോലെ ഇതിന് പ്ലാസ്റ്റിക് മോൾഡിങ്, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഹെൽമെറ്റ് ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മോൾഡിങ് നല്ല സ്ട്രെങ്ത്ത് പ്ലാസ്റ്റിക് മോൾഡിങ് ആണ്, സൈഡിലും മുകളിലും ഫുള്ളായിട്ട് വരുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ഹെൽമെറ്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ ഒരു നോബ് വരും. ഇത് നമ്മൾ തലയിൽ വെക്കുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആകാൻ വേണ്ടിയാണ് ഈ ഒരു നോബ് വരുന്നത്. ഇതില്ലാത്ത ഹെൽമെറ്റ് നിങ്ങൾ എടുക്കരുത്. കാരണം ലൂസായി തലയിൽ നമ്മൾ എന്തെങ്കിലും പറ്റുമ്പോൾ ആക്സിഡൻറ്റ് എന്തെങ്കിലും നമ്മൾ സൈക്കിളിൽ നിന്ന് വീഴാൻ സാധ്യത ഉണ്ടെങ്കിൽ വീണ് കഴിഞ്ഞാൽ തലയിൽ നിന്ന് തെറിച്ച് പോകും, നമുക്ക് ആക്സിഡൻറ്റ് സാധ്യത ഒന്നുകൂടി കൂട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൗണ്ടെയിൻ ഹെൽമെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന് ഹെയർ റോൾസും കുറച്ച് വരുന്നുണ്ട്. ഇനി ഹൈബ്രിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ മൗണ്ടെയിൻ ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. ഹൈബ്രിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് ഹെൽമെറ്റിന് ഇതേപോലെ തന്നെ ഹെയർ റോൾസ് ഇത്ര വരില്ല. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് മോൾഡ് ഇത്ര സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല ഹൈബ്രിഡിന്. പിന്നെ ഒരു വൈസറും വരും, ഇതുപോലെ വൈസറും വരുന്നതാണ്. അതേപോലെ ഇവിടെ ബാക്കിൽ നോബ് വരുന്നതും പ്രസ്സിങ് ആയിട്ടുള്ള ടൈപ്പ് ഹൈബ്രിഡ് ഹെൽമെറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഒരു നോബുള്ളത് എടുക്കാൻ നോക്കുക, എന്നാലേ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആവുള്ളൂ. അതുപോലെ ഹൈബ്രിഡ് ഹെൽമെറ്റിൻ്റെ ക്വാളിറ്റി മൗണ്ടെയിൻ്റെ അത്ര വരില്ല, കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പിന്നെ അതാണ് ഒരു പ്രത്യേകത, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പിന്നെ വരുന്ന ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ബൈക്കാണ്. റോഡ് ബൈക്കിന് എയറോബിക് ആയിരിക്കും. കാരണം എയറോബിക് ആകും പറഞ്ഞ കാരണം നമ്മൾ റോഡിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ തലയിലേക്ക് നല്ല എയർ റോൾസും അതുപോലെ വിൻഡ് ഹോൾസും നല്ല രീതിയിൽ വലുതായിരിക്കും. കാരണം കറക്റ്റ് ഫ്രണ്ടിലാവും അതിൻ്റെ എയർ റോൾസ് വരിക. നല്ല സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് കംഫർട്ട്നെസ്സിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു ടൈപ്പ് നോബും വരുന്നുണ്ട്. പിന്നെ അതും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അത്യാവശ്യം വില കൂടിയ ടൈപ്പാണ് റോഡ് ബൈക്കിൻ്റെ ഹെൽമെറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹെൽമെറ്റിനെ കുറിച്ചുള്ളത്. പിന്നെ മൗണ്ടെയിൻ ബൈക്കിൻ്റെ തന്നെ ഡൗൺ ഹിൽസ് വരുന്നത്. ഡൗൺ ഹിൽസ് നമുക്ക് ആവശ്യമില്ല. ഡൗൺ ഹിൽസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പോർട്ടി മോഡൽ ഹെൽമെറ്റാണ് ഡൗൺ ഹിൽ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. നമ്മളിവിടെ ട്രയൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആരും യൂസ് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. പ്രോ റൈഡേഴ്സ് മാത്രമേ മൗണ്ടെയിൻ ബൈക്ക് യൂസ് ചെയ്യുന്ന പ്രോസ് മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു അളക്കുന്ന ടൈലർ ടാപ്പ് എടുത്തിട്ട് നിങ്ങളുടെ തലയുടെ സർക്കംഫറൻസ് അളന്നെടുക്കുക. അത് എന്തിനാണെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇപ്പം നമ്മൾ ഹെൽമെറ്റ് പോയി ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ലേ. അധികം പേര് ഇപ്പോൾ ഓൺലൈനിലാണ് ഹെൽമെറ്റ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓൺലൈനിൽ ഹെൽമെറ്റ് ചാർട്ടിൽ നമുക്ക് തലയിൽ വെച്ച് നോക്കാതെ നമ്മൾ തലയുടെ സർക്കംഫറൻസ് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ചാർട്ടിനനുസരിച്ച് നമുക്ക് സൈസ് വാങ്ങാം. മറ്റേത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂസാണോ ടൈറ്റാണോ എന്നറിയില്ല. പിന്നെ നമ്മൾ മണി വേസ്റ്റ് ആവും റിട്ടേൺ പോളിസി ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. തലയുടെ സർക്കംഫറൻസ് മെഷർ ചെയ്തിട്ട് ഹെൽമെറ്റ് വാങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹെൽമെറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയത് വാങ്ങുക, ക്വാളിറ്റി ഉള്ളത് വാങ്ങുക. ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു നോബ് നിങ്ങൾ ഉള്ളത് മാത്രം വാങ്ങാൻ നോക്കുക. കാരണം അത് എത്രത്തോളം ടൈറ്റ് ആക്കാൻ പറ്റും അത്രയും നമ്മളെ തലയിൽ ടൈറ്റായി നിൽക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹെൽമെറ്റിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.